ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിർച്ച് അൽഗോരിതത്തെ പറ്റിയാണ്. സോ ബിർച്ച് എന്താണെന്ന് നോക്കാം. ബിർച്ച് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഐട്രേറ്റീവ് റെഡ്യൂസിങ് ആൻഡ് ക്ലസ്റ്ററിങ് യൂസിങ് ഹൈറാർക്കീസ്. അതാണ് ബിർച്ച്. ബിർച്ച് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ഐട്രേറ്റീവ് റെഡ്യൂസിങ് ആൻഡ് ക്ലസ്റ്ററിങ് യൂസിങ് ഹൈറാർക്കീസ്. അതിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ക്ലസ്റ്ററിങ് എ ലാർജ് എമൗണ്ട് ഓഫ് ന്യൂമറിക് ഡേറ്റ ബൈ ഇൻ്റർചേഞ്ചിങ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. ബിർച്ച് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലാർജ് എമൗണ്ട് ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ബിർച്ച് അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബിർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ്ങും അതേപോലെ വേറെ ക്ലസ്റ്ററിങ് മെത്തേഡ്സ് ആയിട്ടുള്ള ഐട്രേറ്റീവ് പാർട്ടീഷനിങ് പോലെയുള്ള ക്ലസ്റ്ററിങ് മെത്തേഡ്സും കൂടെയും ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഏതിലോട്ട് വരുന്നത്? ബിർച്ച് അൽഗോരിതത്തിലോട്ട് വരുന്നത്. അന്നേരം ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് എമൗണ്ട് ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിർച്ച് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ്ങും കൂടാതെ അതുപോലെയുള്ള അതർ ക്ലസ്റ്ററിങ് മെത്തേഡ്സ് ആയിട്ടുള്ള ഐട്രേറ്റീവ് പാർട്ടീഷനിങ്ങും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിങ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിർച്ചിലോട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഓവർകംസ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ അഗ്ലോമെറേറ്റീവ് ക്ലസ്റ്ററിങ് മെത്തേഡ്സ്. അഗ്ലോമെറേറ്റീവ് ക്ലസ്റ്ററിങ് മെത്തേഡിലുള്ള രണ്ട് മെയിനായിട്ടുമുള്ള ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാൻ ഏതിന് പറ്റുന്നുണ്ട്? ഈ ബിർച്ചിന് പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്കെയിലബിലിറ്റി, അതേപോലെ ഇന്നബിലിറ്റി ടു അൺഡു വാട്ട് വാസ് ഡൺ ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. അന്നേരം പ്രീവിയസ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് അൺഡു ചെയ്യാനുള്ള ഇന്നബിലിറ്റിയും അതേപോലെ സ്കെയിലബിലിറ്റി, ഈ രണ്ട് ഡിഫിക്കൽറ്റീസും ഓവർകം ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്ത് പറ്റി? ബിർച്ച് യൂസ് ചെയ്ത് പറ്റി. അപ്പം ബിർച്ചിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്. അതിനകത്തുള്ള ഒരു നൊട്ടേഷനാണ് ക്ലസ്റ്ററിങ് ഫീച്ചർ. ക്ലസ്റ്ററിങ് ഫീച്ചർ യൂസ് ചെയ്യുന്നത് ടു സമ്മറൈസ് എ ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്ററിനെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലസ്റ്ററിങ് ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ ഉണ്ട്. ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഹൈറാർക്കിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്ലസ്റ്ററിങ് ഫീച്ചർ എന്താണെന്നും ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പം ക്ലസ്റ്ററിങ് ഫീച്ചർ എന്താണ്? ദ ക്ലസ്റ്ററിങ് ഫീച്ചർ ഓഫ് എ ക്ലസ്റ്റർ ഈസ് എ 3D വെക്റ്റർ സമ്മറൈസിങ് ഇൻഫർമേഷൻ അബൌട്ട് ക്ലസ്റ്റേഴ്സ് ഓഫ് ഒബ്ജക്ട്സ്. അന്നേരം നമ്മൾ ഒരു ക്ലസ്റ്ററിനകത്ത് ഏതെല്ലാം ഒബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സമ്മറൈസിങ് ഇൻഫർമേഷൻ തരുന്ന ഒരു 3D വെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്നത്. അന്നേരം ക്ലസ്റ്ററിങ് ഫീച്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്ലസ്റ്ററിങ് ഫീച്ചർ CF കൊണ്ട് ഡിനോട്ട് ചെയ്യാം. CF ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ NLS. അതിനകത്ത് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ്. LS എന്ന് പറയുന്നത് ലീനിയർ സം ഓഫ് N പോയിൻറ്റ്സ്. ആ N പോയിൻറ്റ്സിൻ്റെ ലീനിയർ സമ്മാണ്. ലീനിയർ സം എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi എന്ന് വെച്ചാൽ അതിനകത്തുള്ള ആ N പോയിൻറ്റ്സിൻ്റെ ജസ്റ്റ് ലീനിയറായിട്ട് എല്ലാ N പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi എന്ന് എഴുതാം. SS എന്ന് പറയുന്നത് സ്ക്വയർ സം ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ആണ്. ആ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ സ്ക്വയർ സം, അത് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 ഡയമെൻഷണൽ വെക്ടറാണ്. അത് എന്തിൻ്റെ ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യുന്നു? ക്ലസ്റ്റർ ഓഫ് ഓബ്ജക്ട്സിൻ്റെ ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യുന്ന ഒരു 3 ഡയമെൻഷണൽ വെക്ടറാണ് ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ക്ലസ്റ്ററിങ് ഫീച്ചറിനെ NLS SS എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. LS എന്ന് പറയുന്നത് ലീനിയർ സം ഓഫ് N പോയിൻറ്റ്സ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ്. ലീനിയർ സം ഓഫ് N പോയിൻറ്റ്സ്, അതേപോലെ അത് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi. SS എന്ന് പറയുന്നത് സ്ക്വയർ സം ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ആണ്. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi സ്ക്വയർ. സോ നമുക്ക് ക്ലസ്റ്ററിങ് ഫീച്ചറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ ക്ലസ്റ്ററിങ് ഫീച്ചർ ഈസ് എസെൻഷ്യലി എ സമ്മറി ഓഫ് the statistics for the given cluster. അന്നേരം നമുക്ക് ഈ ക്ലസ്റ്ററിങ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഈസിലി
എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ക്ലസ്റ്ററിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡ്, റേഡിയസ്, ഡയമീറ്റർ എന്നുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്താണ് ഈ ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ക്ലസ്റ്ററിങ് ഫീച്ചർ യൂസ് ചെയ്ത് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സിഗ്മ i is equal to 1 to n xi divided by n. ആ സിഗ്മ i is equal to 1 to n xi എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, LS ആണ്. LS എന്ന് പറയുന്നത് ലീനിയർ സം ഓഫ് n പോയിൻറ്റ്സ് ആണ് അല്ലേ. അതേപോലെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ i is equal to 1 to n xi മൈനസ് S0 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ആ സെൻട്രോയിഡാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതിനെ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് n SS മൈനസ് 2LS സ്ക്വയർ പ്ലസ് n LS ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് എഴുതാം. n എന്ന് പറയുന്ന നമ്പർ ഓഫ് പോയിൻറ്റ്സ്, LS എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ സം ഓഫ് n പോയിൻറ്റ്സ്, SS എന്ന് പറയുന്നത് സ്ക്വയർ സം ഓഫ് ഡേറ്റ പോയിൻറ്റ്സ്. അതേപോലെ നമുക്ക് ഡയമീറ്ററും കണ്ടുപിടിക്കാം. ഈ 6 അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ മെമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടു ദ സെൻട്രോയിഡ്. സെൻട്രോയിഡിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിലോട്ടുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, R അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് ആവറേജ് പെയർ വൈസ് ഡിസ്റ്റൻസ് വിത്തിൻ ദ ക്ലസ്റ്റർ. പെയർ വൈസ് ഡിസ്റ്റൻസ്, ആ ക്ലസ്റ്ററിലുള്ള പെയർ വൈസ് ഡിസ്റ്റൻസിൻ്റെ ആവറേജാണ് D എന്ന് പറയുന്നത്. അപ്പോൾ ഈ Dയും Rഉം ആ ക്ലസ്റ്ററിൻ്റെ ടൈറ്റ്നെസ് ആണ്. ആ സെൻട്രോയിഡുമായിട്ട് എന്തുമാത്രം അടുത്താണ് കിടക്കുന്നത് അല്ലെങ്കിൽ എന്തുമാത്രം ടൈറ്റായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സാണ് ആറും ഡിയും. അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അഡിറ്റീവാണ്. അഡിറ്റീവ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, 2 ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് C1 C2 എന്ന് പറയുന്ന 2 ക്ലസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനെയും കൂടെയും ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദി അഡിറ്റീവ് ഫീച്ചർ ഓഫ് എന്താണ് ദാറ്റ് ഈസ് ദി അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ക്ലസ്റ്റേഴ്സ് എടുത്തു, C1ഉം C2ഉം. അതിൻ്റെ രണ്ടിൻ്റെയും ക്ലസ്റ്റർ ഫീച്ചേഴ്സാണ് CF1ഉം CF2ഉം. CF1 എന്ന് പറയുന്നത് N1 LS1 SS1. അതേപോലെ CF2ൻ്റെ ഫീച്ചേഴ്സാണ് N2 LS2 SS2. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് C1ഉം C2ഉം മെർജ് ചെയ്ത് നമുക്കൊരു ക്ലസ്റ്റർ ഫീച്ചർ ഫോം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ 2 ഫീച്ചേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ CF1 പ്ലസ് CF2 എന്ന് പറയുന്നത് രണ്ടിലെയും ഓരോ എലമെൻറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ച് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ N1 പ്ലസ് N2, LS1 പ്ലസ് LS2, SS1 പ്ലസ് SS2. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വി ക്യാൻ കൺസിഡർ ആൻ എക്സാമ്പിൾ. ഇവിടെ സപ്പോസ് ദെയർ ആർ 3 പോയിൻറ്റ്സ് 2, 5, 3, 2 ആൻഡ് 4, 3 ഇൻ എ ക്ലസ്റ്റർ C1. ഒരു C1 എന്ന് പറയുന്ന ക്ലസ്റ്ററിലുള്ള 3 പോയിൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ദ ക്ലസ്റ്ററിങ് ഫീച്ചർ ഓഫ് C1ൻ്റെ ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ CF1 ഈസ് ഈക്വൽ ടു, നമ്മൾ ക്ലസ്റ്ററിങ് ഫീച്ചർ എങ്ങനെ എഴുതുന്നത്, N, LS, SS അല്ലേ. ആ രീതിയിലല്ലേ നമ്മൾ ക്ലസ്റ്ററിങ് ഫീച്ചർ എഴുതുന്നത്. അന്നേരം ഇവിടെയും അതേപോലെ തന്നെ N എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് 3 പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് N എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം, 3 ആയിട്ട് എടുക്കാം. ഇനി LS1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു, LS എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ i is equal to 1 to n xi ആണ് അല്ലേ. സിഗ്മ i is equal to 1 to n xi. അന്നേരം ഇതിൻ്റെ എന്താ നോക്ക്, 2, 5 അതിനകത്ത് x1 എന്ന് പറയുന്ന ആദ്യത്തെ ടേം എല്ലാം കൂടെയും ആഡ് ചെയ്യുക, രണ്ടാമത്തെ ടേം എല്ലാം കൂടെയും ആഡ് ചെയ്യുക. ഓക്കെ, അന്നേരം എന്താ 2 പ്ലസ് ആദ്യത്തെ ടേം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 2 പ്ലസ് 3 പ്ലസ് 4, രണ്ടാമത്തെ ടേം എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു 5 പ്ലസ് 2 പ്ലസ് 3. അതല്ലേ സിഗ്മ xi എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ആ രീതിയിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, LS കിട്ടി. ഇനി അടുത്തത് എന്താ കിട്ടേണ്ടത്, SS ആണ് കിട്ടേണ്ടത്. SS എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ i is equal to 1 to n xi സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുത്ത് വേണം ആഡ് ചെയ്യാൻ. അന്നേരം നമുക്ക് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുള്ള റിസൾട്ടാണ് എഴുതിയിരിക്കുന്നത്. CF1 is equal to
3, 9, 10, 29, 38 എന്ന് കിട്ടി. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് C1 എന്ന് പറയുന്നതിന് ഡിസ്ജോയിൻ്റ് ആയിട്ട് നമ്മളൊരു സെക്കൻഡ് ക്ലസ്റ്റർ കൺസിഡർ ചെയ്യുന്നു C2. ആ C2ൻ്റെ ഈ ഫീച്ചർ, ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറയുന്നത് CF2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 35, 36, 417, 440 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ടെണ്ണവും CF1ഉം CF2ഉം കൂടെ മെർജ് ചെയ്താൽ നമുക്ക് ഒരു C3 എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ കിട്ടുന്നെങ്കിൽ ആ ക്ലസ്റ്ററിൻ്റെ C3 എന്ന് പറയുന്നതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ക്ലസ്റ്ററിങ് ഫീച്ചർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അന്നേരം ഈ CF1ഉം CF2യിലെയും രണ്ട് വാല്യൂവും കൂടെ ആഡ് ചെയ്യുന്നു. അന്നേരം 3 ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് n-ന് രണ്ടിൻ്റെയും n എന്ന് വെച്ചാൽ n1 + n2. ആദ്യത്തെ CF1ലെ n1 എന്ന് പറയുന്നത് 3, CF2ലെ n1 എന്ന് പറയുന്നത് n2 എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. അന്നേരം 3 + 3. ഇനി രണ്ടിലെയും ടേംസ് ആദ്യത്തെ എന്താണ് LS1ഉം LS2ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത് 9 പ്ലസ് മറ്റേതിനകത്ത് ഫസ്റ്റ് ടൈം ഏതാണ് 35, 10 + 36. ഇനി അടുത്ത SS1ഉം SS2ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു 29 + 417, അതേപോലെ 38 + 440. അന്നേരം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മൂന്നാമത്തെ എന്താണ് ഈ രണ്ടെണ്ണം C1ഉം C2ഉം കൂടെ മെർജ് ചെയ്തപ്പോൾ കിട്ടിയ C3യുടെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് 6, 44, 46, 446, 478. ഈ രീതിയിലാണ് എന്താണ് ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് മെർജ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഈ ക്ലസ്റ്ററിങ് ഫീച്ചർ എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് ഈ എക്സാമ്പിളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത നമുക്ക് ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ എന്താണെന്ന് നോക്കാം. അപ്പം ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ. എന്താണ് ഒരു ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ ആണ്. ദാറ്റ് സ്റ്റോർസ് ദ ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് ഫോർ ദ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. അന്നേരം ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈറ്റ് ബാലൻസ്ഡ് ട്രീയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് CF ട്രീ എന്ന് പറയുന്നത്. ദിസ് ഫിഗർ ഷോസ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് ടൈപ്പ് ഓഫ് എ ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീ. ഇനി ഈ ക്ലസ്റ്ററിങ് ഫീച്ചർ ട്രീക്ക് മെയിനായിട്ടും രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്. ഒരു ബ്രാഞ്ചിങ് ഫാക്ടറും ഉണ്ട്, അതേപോലെ ത്രെഷോൾഡും ഉണ്ട്. എന്താണ് ഈ ബ്രാഞ്ചിങ് ഫാക്ടർ? ബ്രാഞ്ചിങ് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന B കൊണ്ടാണ്. ദ ബ്രാഞ്ചിങ് ഫാക്ടർ സ്പെസിഫൈസ് ദ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ നോൺ ലീഫ് നോഡ്. ആൻഡ് ത്രെഷോൾഡിനെ ഡിനോട്ട് ചെയ്യുന്ന T കൊണ്ടാണ്. ത്രെഷോൾഡ് പാരാമീറ്റർ സ്പെസിഫൈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് സബ് ക്ലസ്റ്റേഴ്സ് സ്റ്റോർഡ് അറ്റ് ലീഫ് നോഡ്സ് ഓഫ് ദ ട്രീ. അപ്പോൾ ഒരു നോൺ ലീഫ് നോഡ് എന്ന് പറയുന്നത് ഒരു ട്രീ ആണ്. അതിന് ഡിസെൻഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് കാണും. അതേപോലെ ഈ നോൺ ലീഫ് നോഡ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ക്ലസ്റ്റർ ഫീച്ചേഴ്സിൻ്റെ എല്ലാം കൂടെയും ഒരു സമ്മായിരിക്കും. അതിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡിസെൻഡൻസ് കാണും നോൺ ലീഫ് നോഡിന്. ആ നോൺ ലീഫ് നോഡിൻ്റെ ആ ഡിസെൻഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസിൻ്റെ ആ ക്ലസ്റ്ററിങ് ഫീച്ചേഴ്സിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യുന്നത് ഏതിലായിരിക്കും? ഈ നോൺ ലീഫ് നോഡിലായിരിക്കും. സോ നമുക്കിങ്ങനെ പറയാം, നോൺ ലീഫ് നോഡ് സമ്മറൈസ് ദ ക്ലസ്റ്ററിങ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ചിൽഡ്രൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ പറഞ്ഞത് ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈസ് ദ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ നോൺ ലീഫ് നോഡ്. അന്നേരം ഒരു നോൺ ലീഫ് നോഡിലുള്ള മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻസിന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ബ്രാഞ്ചിങ് ഫാക്ടർ. അതേപോലെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് ദ ത്രെഷോൾഡ് പാരാമീറ്റർ സ്പെസിഫൈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് സബ് ക്ലസ്റ്റേഴ്സ് സ്റ്റോർഡ് അറ്റ് ദാറ്റ് ലീഫ് നോഡ്സ് ഓഫ് ദ ട്രീ. അന്നേരം ലീഫ് നോഡ് ഓഫ് ട്രീയിൽ സ്റ്റോർ ചെയ്യുന്ന സബ് ക്ലസ്റ്റേഴ്സിൻ്റെ മാക്സിമം ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ദീസ് ടു പാരാമീറ്റേഴ്സ് ഇംപ്ലിസിറ്റ്ലി കൺട്രോൾ ദ റിസൾട്ടിങ് ട്രീ സൈസ്. അന്നേരം ട്രീ സൈസിനെ നമ്മളെ ഈ ട്രീയുടെ സൈസിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പാരാമീറ്റേഴ്സാണ് ബ്രാഞ്ചിങ് ഫാക്ടറും അതേപോലെ ത്രെഷോൾഡും. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഈസ് ടു മിനിമൈസ് ദ ടൈം റിക്വയർഡ് ഫോർ IO. ഇൻപുട്ട് ഔട്ട്പുട്ടിനുള്ള ടൈം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് അപ്ലൈസ് എ മൾട്ടി ഫേസ് ക്ലസ്റ്ററിങ് ടെക്നിക്. ബ്രിഡ്ജിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏത് ക്ലസ്റ്ററിങ് ടെക്നിക്കാണ്? മൾട്ടി ഫേസ് ക്ലസ്റ്ററിങ് ടെക്നിക്കാണ്. എ സിംഗിൾ സ്കാൻ ഓഫ് ദ ഡേറ്റ സെറ്റ് ഈൽഡ്സ് എ ബേസിക് ഗുഡ് ക്ലസ്റ്ററിങ് ആൻഡ് വൺ ഓർ മോർ അഡീഷണൽ സ്കാൻ ക്യാൻ ഓപ്ഷണലി ബി യൂസ്ഡ് ടു ഫർദർ ഇംപ്രൂവ് ദ ക്വാളിറ്റി. അപ്പോൾ ഇതിനെ മൾട്ടിഫേസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആദ്യത്തെ ഒരു സ്കാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ഗുഡ് ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്കാൻ.
രണ്ടാമത്തെ പിന്നെ ഇത് കൂടാതെ അഡീഷണൽ സ്കാൻസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ സ്കാൻസ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ദെയർ ആർ 2 phases ഫോർ ബ്രിഡ്ജ് അൽഗോരിതം. ഫേസ് 1 എന്ന് പറയുന്നത് ബ്രിഡ്ജ് സ്കാൻസ് ദ ഡേറ്റാബേസ് ടു ബിൽഡ് ആൻ ഇനിഷ്യൽ ഇൻ ദ മെമ്മറി CF tree which can be viewed as multi-level compression of data that tries to preserve the data's inherent clustering structure. ഓക്കെ, അന്നേരം ഫേസ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്കാൻസ് ദ ഡേറ്റാബേസ് ടു ബിൽഡ് ഇനിഷ്യൽ ഇൻ ദ മെമ്മറി CF tree. അതിന് വേണ്ടിയിട്ടാണ് ഫേസ് 1 യൂസ് ചെയ്യുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് ഫേസ് 2 ബ്രിഡ്ജ് അപ്ലൈസ് എ സെലക്റ്റഡ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം to cluster the leaf nodes of a CF tree, which removes the sparse clusters as outliers and group dense clusters into large ones. ഇത് ഫേസ് 2 എന്ന് പറയുന്നത് മെയിനായിട്ടും എന്താണ്, ഈ ഔട്ട്ലേയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത നോയ്സും കാര്യങ്ങളും അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഫേസ് 2 അൽഗോരിതം ഫേസ് 2 യൂസ് ചെയ്യുന്നത്. ഫേസ് 1 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ CF tree ഈസ് ബിൽഡ് ഡൈനാമിക്കലി ആസ് ഒബ്ജക്ട്സ് ആർ ഇൻസേർട്ടഡ്. ഒബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് CF tree ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡിനെ ഇൻക്രിമെൻ്റൽ എന്ന് പറയാം. An object is inserted into the closest leaf entry or subcluster. If the diameter of the subcluster stored in the leaf node after insertion is larger than the threshold value, then the leaf node and possibly the other nodes are split. അപ്പം നമ്മൾ ഈ ലീഫ് നോഡിനകത്ത് സ്റ്റോർ ചെയ്ത സബ് ക്ലസ്റ്ററിൻ്റെ ഡയമീറ്റർ നമ്മുടെ ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ the leaf node and possibly other node are to split. After the insertion of new object, information about the object is passed toward the root of the tree. നമ്മൾ ന്യൂ ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ എങ്ങോട്ട് പാസ് ചെയ്യണം? ട്രീയുടെ റൂട്ട് ഓഫ് ദ ട്രീയിലോട്ട് നമ്മൾ പാസ് ചെയ്യണം. നമുക്ക് ഈ ത്രെഷോൾഡ് വേരി ചെയ്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് CF ട്രീയുടെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇഫ് ദ സൈസ് ഓഫ് ദ മെമ്മറി ദാറ്റ് ഈസ് നീഡഡ് ഫോർ സ്റ്റോറിങ് ദ CF tree ഈസ് ലാർജർ ദാൻ ദ സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി, ദെൻ ലാർജർ ത്രെഷോൾഡ് വാല്യൂ ക്യാൻ ബി സ്പെസിഫൈഡ് ആൻഡ് ദ CF tree ഈസ് റീബിൽറ്റ്. അപ്പോൾ നമുക്ക് ഈ CF tree സ്റ്റോർ ചെയ്യാനുള്ള സൈസ് കൂടുതലാണ്, നമ്മുടെ മെയിൻ മെമ്മറിയെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് അത് റീബിൽഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ലാർജർ ത്രെഷോൾഡ് വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ആ CF tree റീബിൽഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു അൽഗോരിതം മോഡൽ ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പോയിൻറ്റ് ഇൻപുട്ട് D ഈസ് ഈക്വൽ ടു T1 T2 എക്സെട്ര അപ് ടു Tn. അതെന്താണ്? സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇനി T1 എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫോർ CF tree കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ത്രെഷോൾഡ്. ഔട്ട്പുട്ട് ഇസ് എ കേസ് സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ബ്രിഡ്ജ് ക്ലസ്റ്ററിങ് അൽഗോരിതം ഫോർ ഈച്ച് TI ഇൻ D do determine the correct leaf node for TI insertion. If the threshold condition is not violated, then add TI to the cluster and update CF triples. Else, if room to insert TI, then insert TI as single cluster and update CF triples. Else, split leaf node and redistribute CF features. ഇനി നമുക്ക് ഫേസ് 2 നോക്കാം. ഫേസ് 2 യൂസ് ആൻ ആർബിട്രറി ക്ലസ്റ്ററിംഗ് അൽഗോരിതം ടു ക്ലസ്റ്റർ ദ ലീഫ് നോഡ്സ് ഓഫ് ദ CF tree. Also, we can use any algorithm such as partitional algorithm can be used in phase 2. ഓക്കെ, ഈ ഫേസ് 2 മെയിനായിട്ടും ഈ ഫേസ് ഡീൽ ചെയ്യുന്നത് ഔട്ട്ലയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ നോയ്സ് മാക്സിമം കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഫേസ് 2 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഫേസ് 2വിനകത്ത് നടക്കുന്ന എന്താണ്? ഫേസ് 2 removes the sparse clusters as outliers and groups dense clusters into larger ones. അന്നേരം അതിനകത്ത് മെയിനായിട്ടും നോയ്സ് റിമൂവ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്, ഈ ഫേസ് 2വിനകത്ത് നടക്കുന്നത്. ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബ്രിഡ്ജ് അൽഗോരിതം ഈസ് O of n എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് n, വെയർ n is the number of objects to be clustered. അപ്പം ബ്രിഡ്ജ് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്
ഓർഡർ ഓഫ് n ആണ്. അതിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടു ബി ക്ലസ്റ്റേർഡ് ആണ്. ഇനി നമുക്ക് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രിഡ്ജ് അൽഗോരിതം എന്ന് നോക്കാം. ഇറ്റ് സ്കെയിൽസ് ലീനിയർലി, ഫൈൻഡ്സ് എ ഗുഡ് ക്ലസ്റ്ററിംഗ് വിത്ത് സിംഗിൾ സ്കാൻ ആൻഡ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി വിത്ത് ഫ്യൂവർ അഡീഷണൽ സ്കാൻസ്. അന്നേരം ഇതിനകത്ത് രണ്ട് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം എന്താണ്, ഒരു ഗുഡ് ക്ലസ്റ്ററിങ്, നമുക്ക് ഒറ്റ സ്കാനിൽ ഒരു ഗുഡ് ക്ലസ്റ്ററിങ് കിട്ടും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അഡീഷണൽ സ്കാൻസ് യൂസ് ചെയ്ത് പെർഫോം ചെയ്യാം. നമ്മളിവിടെ ലീഫ് നോട്ട്സിൻ്റെ സൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ ക്ലസ്റ്റേഴ്സ് മേ നോട്ട് ബി സോ നാച്ചുറൽ. ഇവിടുത്തെ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. അതിന് ഗിവൺ റേഡിയസും അതേപോലെ ഡയമീറ്ററും എല്ലാം ഉണ്ട്. അതേപോലെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാൻഡിൽസ് ഓൺലി ന്യൂമറിക് ഡേറ്റ ആൻഡ് സെൻസിറ്റീവ് ടു ഇൻസെർഷൻ ഓർഡർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ്. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഏത് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ, ന്യൂമറിക് ഡേറ്റയെ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇത് എന്തിന് സെൻസിറ്റീവാണ്, ഇൻസെർഷൻ ഓർഡർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സിന് സെൻസിറ്റീവാണ്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രിഡ്ജ് അൽഗോരിതം. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായി നമുക്ക് കാണാം. സി യു.